വന്നിരിക്കുന്നത് ഇഡ്ഡലി കൊണ്ട് ഉഴുന്നുവട ഉണ്ടാക്കി കാണിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ബജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി വന്നിരുന്ന ഇഡ്ഡലി കൊണ്ട് ഞാനിപ്പോൾ ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 5 ഇഡ്ഡലി ആട്ടോ. 5 ഇഡ്ഡലി കൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ജാറിൽ ഒന്ന് പിച്ച് ഞാനൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ പിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കറക്കം നമ്മളൊന്ന് കറക്കിയാൽ മതി കേട്ടോ മിക്സിയിൽ. അപ്പോൾ ഇനി ഒരു ബൗളിൽ ഞാൻ ആ കറക്കി വെച്ചിരുന്ന ആ ഇഡ്ഡലിയുടെ ആ ഒരു ഡോ കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ട പരുവായിട്ട് നമുക്കിന്ന് കറക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവാണ്. പിന്നെ ഇനി 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ റവ എന്ന് പറഞ്ഞിരിക്കുന്നത് വറുത്തതാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. നല്ല കർമുറ എന്ന് പറഞ്ഞ് നമുക്ക് ആ സമയത്ത് കിട്ടും. ഇനിയിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഒരു സവാളയാണ്. അതും ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇഞ്ചിയാണ്. ഇഞ്ചി കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതലായിട്ട് ഇഞ്ചി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലേശം ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളകാണ്. കുരുമുളക് എന്ന് പറയുന്നത് ഒരു 5-6 എണ്ണം മാത്രം മതി കേട്ടോ. അത് മൊത്തമായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട, പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് വേണ്ട. കൂടുതൽ എരിവാകുമ്പോൾ കുട്ടികൾക്കൊക്കെ പ്രശ്നമാവും അത്. ഇനി നമ്മൾ സാധാ രീതിയിൽ തന്നെ നന്നായിട്ടൊരു ഡോ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം. ഈ കുഴച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ചേർക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മതി, കുറച്ച് കൂടുതലായിട്ടൊന്നും തന്നെ നമുക്ക് വേണ്ട. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ആ കട്ടകളൊക്കെ ഒടിഞ്ഞൊടിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ നമുക്ക് വേണ്ടത്. എല്ലാ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാന്ന് നോക്കാം. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാനാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആ ഉഴുന്നുവടയായിട്ട് ചെയ്യാകുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമ്മൾ സാധാരണ രീതിയിൽ ഉഴുന്നുവട നമ്മളെങ്ങനെയാണ് നമ്മൾ ഉണ്ടയാക്കി ചെയ്യുന്നത്, ആ നടുക്ക് ഒരു ഓട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളെടുത്ത് ചെയ്യാം. കൂടുതലായിട്ട് വെള്ളമയം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഉണ്ടയായിട്ടും അല്ലെങ്കിൽ ഓട്ടയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവലിൽ മാത്രം നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഒരെണ്ണം ഞാനത് ചെയ്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് ഇത് മാറ്റാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഓട്ടയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് ആ സെന്ററിൽ നമ്മൾ ഹോളിട്ടിട്ട് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഡോ തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓട്ടയിട്ട് റെഡിയാവും കേട്ടോ. അല്ലെങ്കിൽ വല്ലാണ്ട് വെള്ളത്തിലൊക്കെ മുങ്ങി വല്ലാതെ ആയിപ്പോവും. കണ്ടില്ലേ, ഈ 2 എണ്ണം ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കിയെല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മുടെ വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്കൊന്ന് ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കാം. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെജിറ്റബിൾ ഓയിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ സൺഫ്ലവർ ആയാലും വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരണുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അറ്റ് എ ടൈം ഒരു 4-5 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാവാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് പാർട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒട്ടും തന്നെ വെന്തിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഇനിയിപ്പോൾ നമുക്കത് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 4-5 മിനിറ്റ് നമുക്കൊന്ന് വെന്താൻ വേണ്ടിയിട്ട് നമുക്ക് വിടാം കേട്ടോ. ഒട്ടും തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല.
നമുക്കൊരു 4-5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ആ ഒരു കളറൊക്കെ മാറി വരുന്ന കാണാൻ പറ്റും. കണ്ടില്ലേ, നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറച്ചിടാം. ഫസ്റ്റ് പാട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മറച്ചിടാം. ഇത് നമ്മൾ ഉഴുന്ന പരിപ്പം കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരേ സെയിം തന്നെ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ഉഴുന്നുവടയെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. സെയിം ടേസ്റ്റ് തന്നെ. ഇഡ്ഡലിയിൽ നമ്മൾ എന്തായാലും നമ്മൾ അരിയും ഉഴുന്നുപരിപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും അത് കിട്ടും. നന്നായിട്ട് ആ ഒരു സെക്കൻഡ് പാർട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ആവുന്നിടത്ത് ഒരു 3 മിനിറ്റ് മതി കേട്ടോ. നമുക്കിതിന് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഫസ്റ്റ് പാർട്ട് 4-5 മിനിറ്റും സെക്കൻഡ് പാർട്ട് ഒരു 2-3 മിനിറ്റും മാത്രം മതി. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ലോണം മൊരിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ഹൈ ഫ്ലെയിമിലേക്ക് ഞാൻ വച്ചിട്ടില്ല കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്. ബാക്കിയുള്ള നമുക്ക് വടയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി കൊണ്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഉഴുന്നുപരിപ്പ് മാത്രം വെച്ച് ഉഴുന്നുവട ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ റവ, കടലമാവ്, ഇഡ്ഡലി എല്ലാം കൊണ്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രമാണ് എരിവുള്ളൂ, കൂടുതലായിട്ടൊന്നും തന്നെയില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിൽ എത്രമാത്രം കഴിച്ചാലും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.